നമസ്കാരം ഗൈസ്, ദിസ് ഇസ് സവിൻ. നമ്മളിന്ന് ട്രിപ്പ് പോകുന്നത് വർക്കല ബീച്ചിലോട്ടാണ്. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ട്രെയിനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. 250 രൂപയാണ് നമുക്ക് 2 പേർക്ക് വർക്കലയിലോട്ട് ചാർജ് ആകുന്നത്. അത് സ്ലീപ്പർ കോച്ച് ആയതുകൊണ്ടാണ് 250 രൂപ ആകുന്നത്. ഞാനും എൻ്റെ ഒരു കസിനും കൂടാണ് വർക്കല ബീച്ച് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രെയിൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ വർക്കല സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പായതുകൊണ്ട് നമ്മൾ ടാക്സി ഒന്നും ബുക്ക് ചെയ്യുന്നില്ല. നമ്മുടെ വർക്കല സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം അതിൻ്റെ ഓപ്പോസിറ്റിൽ ലൈൻ ബസ്സസ് അവൈലബിൾ ഉണ്ട്. വർക്കല ബീച്ചിലോട്ട് പോകുന്ന ബസ്സസ് ഉണ്ട്. അത് നമ്മൾ വർക്കല ക്ഷേത്രത്തിന് അവിടെ ഇറങ്ങുവാണെങ്കിൽ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ചെന്നതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചാണ് പോയത്. അതിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക്. നമ്മൾ വർക്കല ക്ലിഫ് ഹൗസിലോട്ടാണ് പോകുന്നത്, ക്ലിഫിൻ്റെ അവിടോട്ടാണ് പോകുന്നത്. വർക്കല ക്ലിഫിൽ നമ്മൾ കാർ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ നേരത്തെ സ്ഥലം പിടിക്കണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു 10:30 ആയപ്പോഴാണ് നമ്മൾ ക്ലിഫിലോട്ട് ചെന്നത്. നമുക്ക് കാണാൻ പറ്റും വർക്കല ക്ലിഫ് ആക്റ്റീവ് ആകുന്നേ ഉള്ളൂ. വലത്ത് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും കുറേ വഴിയുടെ കച്ചവടം ആക്റ്റീവ് ആകുന്നു. കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. കുറേ ആൾക്കാർ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി, വർക്കല ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയും അവിടെ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന കാണാം. 10:30 ആയതുകൊണ്ട്, അതും സാറ്റർഡേ ആയതുകൊണ്ട് വളരെ കൂടുതൽ ക്രൗഡ് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ക്ലീനായിട്ടുള്ളൊരു ബീച്ചാണ് വർക്കല ബീച്ച്. കോവളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ബീച്ചാണ്. നമ്മളതിന് ശേഷം ഒരു 500 മീറ്ററിനുള്ളിൽ വർക്കല ക്ലിഫിൽ നിന്ന് 500 മീറ്ററിനുള്ളിൽ നമ്മളൊരു ഹോം സ്റ്റേ കണ്ടുപിടിച്ചു. അവിടെ 1500 രൂപയാണ് പെർ ഡേ അവർ ചെയ്യുന്നത്. നമ്മൾ 11 o'clock ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 600 മീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേ നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ, ക്ലിഫിൽ നിന്ന് 500 മീറ്ററിൻ്റെ ഉള്ളിലൊരു സ്റ്റേ ചെയ്യുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ക്ലിഫിലോട്ട് പോകാനുള്ളൊരു സൗകര്യം കാണും. ഇതാണ് ബീച്ച് വേ. ഇതൊരു ഇടുങ്ങിയ വഴിയാണ്. പ്രായമുള്ള ആൾക്കാർ ഇതുവഴി പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മുമ്പിലൊരു ആൻറ്റിയും അങ്കിളും വളരെ ബുദ്ധിമുട്ടി പോകുന്നത് കാണാം. ഇതൊരു വളരെ ഇടുങ്ങിയ വഴിയാണ്. ഇത് സൺസെറ്റാണ്, വർക്കല സൺസെറ്റ്. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഒരുപാട് ആൾക്കാർ ബീച്ച് എൻജോയ് ചെയ്തത് നമുക്ക് കാണാം. അതുപോലെ ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു അന്നേരം. ഇത് നമ്മൾ ഈവനിങ് ക്ലിഫിലോട്ടുള്ള ഒരു വ്യൂ ആണ് ബീച്ചിൽ നിന്ന്. ക്ലിഫ് ഈവനിങ് സമയം വളരെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡെക്കറേറ്റീവായിട്ടാണ് അവർ എല്ലാ റെസ്റ്റോറൻറ്റും ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റിക് പീസസ് വിൽക്കുന്ന കടകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ കാണാനൊക്കും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മൾ മേടിക്കുക. ഞങ്ങൾ ഫുഡൊന്നും അവിടെ നിന്ന് ക്ലിഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പോലും നല്ലൊരു വൈബാണ് ക്ലിഫിൽ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് മ്യൂസിക് ബാൻഡ് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് പുതിയ ആശയങ്ങളിൽ, അതായത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, അങ്ങനെയുള്ള കുറേ ആശയങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് നല്ലൊരു വിരുന്ന് സമ്മാനിക്കാൻ അവർ റെഡിയായിട്ട് ഉണ്ടായിരിക്കും. ക്ലിഫിൽ നമ്മൾ കാണാൻ പറ്റും. അതുപോലെ ഇതെല്ലാം മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഫോറിനേഴ്സിന് വേണ്ടിയാണ്. നമുക്കിവിടെ ഒരുപാട് മലയാളീസിനെ കാണാൻ പറ്റില്ല. പൊതുവേ കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് തെലുങ്കാന, കർണാടക, തമിഴ്നാടു എന്നുള്ള നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന ആൾക്കാരും പിന്നെ ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വർക്കല ബീച്ച് കാണാൻ വരുന്നത്. എന്നാൽ പോലും കുറച്ച് ആൾക്കാർ നമ്മുടെ സ്ഥലത്തു നിന്നും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ വിട്ട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഇത്ര നല്ലൊരു ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളത് കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരു ഫാമിലിക്ക് ഒരു ദിവസം രാവിലെ വന്ന് പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് ബീച്ച് എൻജോയ് ചെയ്ത് പോകാൻ നല്ലൊരു
ക്ലിഫ് വ്യൂ കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് വർക്കല ശിവഗിരി ബീച്ച്. പല റെസ്റ്റോറൻറ്റുകളുടെയും മുന്നിൽ നമുക്ക് ഇതുപോലൊരു ടേബിൾ കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള ഫിഷ് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് അനുയോജ്യമായി നമുക്ക് ആവശ്യാനുസരണം അത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നമ്മുടെ ടീൻ മേശകളിൽ സെർവ് ചെയ്യാൻ ശ്രമിക്കും അവർ. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് കടകൾ, ആൻറ്റിക് കടകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാരാണ് ഈ ക്ലിഫിൻ്റെ സൗന്ദര്യം ഈവനിങ്ങിൽ കാണാൻ ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നത്. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് വാക്കിനായിട്ട് നമ്മൾ വർക്കല ബീച്ചിലോട്ട് പോകുന്ന ഒരു സീനാണ്. വെളുപ്പിന് 6 മണിയായതേ ഉള്ളൂ. നമ്മൾ 6 മണിക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീച്ച് കിടക്കുന്നതെന്ന്. ഇതൊരു വളരെ സൈലൻ്റായിട്ടുള്ള ബീച്ചായതുകൊണ്ട് തന്നെ രാവിലെ അധികം ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 6 മണിയായതേ ഉള്ളൂ. പക്ഷെ വളരെ ശാന്തമായ ഒരു ബീച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വർക്കലയിൽ. ഒരുപാട് ആൾക്കാർ വാക്കിങ്ങിന് വേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ഫോറിനേഴ്സ് യോഗ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു രീതിയിൽ ഈവനിങ്ങിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ മോർണിംഗ് നമുക്ക് നല്ലൊരു രീതിയിൽ നല്ലൊരു വൈബിൽ നമുക്ക് ബീച്ച് ആസ്വദിക്കുവാനും ബീച്ച് നമുക്ക് എൻജോയ് ചെയ്യുവാനും സാധിക്കും. ഒരുപാട് ആൾക്കാരൊക്കെ ബീച്ച് രാവിലെ വന്നു തുടങ്ങുന്നുണ്ട്. ഈവനിങ്ങെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും ആൾക്കാർ ഈ ഒരു സമയത്ത് കാണുവാൻ സാധിക്കില്ല. എന്നാൽ പോലും കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ നമുക്ക് ബീച്ചിലിറങ്ങി എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാം. എസ്പെഷ്യലി രാവിലെ ഒരു നല്ല കൂളായിട്ടുള്ളൊരു വൈബാണ്. നല്ല ഒരു കാറ്റും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വർക്കല ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ബോട്ട് അടുക്കുന്നുണ്ട്. ഒരു ഫൈബർ ബോട്ടാണ് അത്. ഫിഷിങ്ങിന് വേണ്ടി പോയതാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ മീനുകളാണ് അവർക്ക് കിട്ടിയേക്കുന്നതെന്ന്. വളരെ നല്ലൊരു സമീപനമാണ് അവരെല്ലാം നമ്മളോട് ചെയ്തത്. ഒരുപാട് മീനുകൾ അവർക്ക് കിട്ടി. സോ നമുക്കറിയത്തില്ല എന്തൊക്കെ പേരെന്ന്. സോ നമ്മൾ അതിനുശേഷം നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി. ക്ലിഫിൽ നിന്നല്ല നമ്മൾ ആഹാരം കഴിച്ചത്. അവിടെ നിന്ന് ഒരു 500 മീറ്റർ ദൂരെ ലക്ഷ്മി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു ആഹാരം മേടിച്ച് കഴിക്കുമായിരുന്നു. വളരെ നല്ലൊരു ഫുഡായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഒരു 500 മീറ്ററേ ഉള്ളൂ. അതാകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ലക്ഷ്മി ഹോട്ടലിൽ നിന്നാണ് ഒരു ഹോട്ടലിൻ്റെ പേര്. നമ്മളവിടെ കഴിച്ചത്. അതിന് ചുറ്റുപാടും വേറെ കുറേ ഹോട്ടൽസുമുണ്ട്. അങ്ങനെ ഞങ്ങൾ വർക്കല ട്രിപ്പ് കഴിഞ്ഞ് ചെങ്ങന്നൂർ തിരിച്ചെത്തിയിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ ബൈ സവിൻ.